നമസ്കാരം. വില്ലേജ് ന്യൂസ് വെബ് ടി വിയിലേക്ക് ഏവർക്കും സ്വാഗതം. ആകമാനം പൊള്ളി നാമാവിശേഷമായിരിക്കുകയാണ് കേരളത്തിലെ BJP. കാരണം മറ്റൊന്നല്ല, കേന്ദ്ര ബഡ്ജറ്റ് തന്നെ. തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കയറാൻ ചീട്ടുകൾ കൊണ്ട് BJP കൊട്ടാരം കെട്ടിക്കൊണ്ടിരിക്കുന്ന അതിനിടയിലാണ് ഇത്തവണത്തെ കേന്ദ്ര ബഡ്ജറ്റ് എത്തിയത്. 40 കേന്ദ്രങ്ങളിൽ കേന്ദ്രീകരിച്ച് മത്സരിക്കാനായിരുന്നു BJP പ്രാഥമികമായി തീരുമാനിച്ചിരുന്നത്. അതിൽ 11 സീറ്റുകളിൽ വരെ അവർ വിജയപ്രതീക്ഷ വെച്ചു പുലർത്തിയിരുന്നു. എത്ര കുറഞ്ഞാലും 5 സീറ്റുകളിൽ വിജയിച്ചു കയറാൻ എന്നായിരുന്നു BJP കണക്കുകൂട്ടൽ. എന്നാൽ ഈ സ്വപ്നങ്ങളെല്ലാം പാടെ തകർത്തുകൊണ്ടാണ് കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിക്കപ്പെട്ടത്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് കേന്ദ്ര ബഡ്ജറ്റിൽ കൂടുതൽ ആനുകൂല്യങ്ങൾ ഉണ്ടാകുമെന്നായിരുന്നു സംസ്ഥാന നേതൃത്വം കരുതിയിരുന്നത്. ഇത് തങ്ങളുടെ വിജയത്തിന് അനുഗ്രഹമാകുമെന്നും അവർ പ്രതീക്ഷിച്ചു. എന്നാൽ ബഡ്ജറ്റ് പുറത്തു വന്നപ്പോൾ ഒന്നും ഉണ്ടായില്ല. നേതാക്കന്മാർക്ക് പുറത്തിറങ്ങാൻ പോലും ആകാത്ത അവസ്ഥയാണ് ബഡ്ജറ്റ് സമ്മാനിച്ചത്. BJP നേതാക്കന്മാരെ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കടലാമ എന്ന് വിളിക്കുന്ന സാഹചര്യം വരെ ഇതുണ്ടാക്കി. ഈ ഷോക്കിൽ നിന്നും BJP നേതൃത്വം ഇതുവരെ മോചിതനായിട്ടില്ല. ഈ സന്നിഗ്ധ സാഹചര്യത്തിലാണ് BJPയുടെ പുതിയ പ്രസിഡന്റ് നിതിൻ നവീൻ കേരളത്തിലെത്തുന്നത്. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ ഇന്ന് കോർ കമ്മിറ്റി യോഗം ചേരുന്നുണ്ട്. കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ തങ്ങളുടെ നിർദ്ദേശങ്ങൾ സംസ്ഥാന നേതൃത്വം ഇന്ന് സമർപ്പിക്കാൻ സാധ്യതയുണ്ട്. ഓരോ ജില്ലയിൽ ശക്തരായ ഒന്നിൽ കൂടുതലോ സംസ്ഥാന നേതാക്കന്മാർ മത്സരിച്ച് ജില്ലകളിൽ പ്രചരണത്തിന് നേതൃത്വം നൽകണമെന്നാണ് സംസ്ഥാന നേതൃത്വം ആഗ്രഹിക്കുന്നത്. ഇതിന് പ്രകാരം ഏറ്റവുമേറെ വിജയസാധ്യതയുള്ള തിരുവനന്തപുരം ജില്ലയിൽ നേമത്ത് രാജീവ് ചന്ദ്രശേഖരും കഴക്കൂട്ടത്ത് V മുരളീധരനും കാട്ടാക്കടയിൽ P കൃഷ്ണദാസും മത്സരിച്ച് ജില്ലയിലെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് നേതൃത്വം നൽകാനാണ് തീരുമാനം. കൊല്ലം ജില്ലയുടെ സാധ്യതകൾ മികവുറ്റതാക്കാൻ ഘടകകക്ഷിയായ BDJS നേതാവ് തുഷാർ വെള്ളാപ്പള്ളിയുടെ നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും ചാത്തന്നൂർ മണ്ഡലത്തിൽ ഒരു സംസ്ഥാന നേതാവ് മത്സരിക്കാനുമാണില്ല. പത്തനംതിട്ട ജില്ലയിൽ കുമ്മനം രാജശേഖരൻ്റെയും PS ശ്രീധരൻപിള്ളയുടെയും നേതൃത്വത്തിലായിരിക്കും അംഗം. ആറന്മുളയിൽ കുമ്മനം രാജശേഖരൻ സ്ഥാനാർത്ഥിയാകാനാണ് സാധ്യത. ചെങ്ങന്നൂരിൽ PS ശ്രീധരൻപിള്ളയുടെ പേരാണ് പ്രധാനമായും ലിസ്റ്റിലുള്ളത്. ക്രിസ്ത്യൻ സഭകളും NSSും SNDPയും ഒക്കെ ഏറെ അടുപ്പമുള്ള ശ്രീധരൻപിള്ള മുമ്പ് ചെങ്ങന്നൂർ മത്സരിച്ച പാരമ്പര്യമുണ്ട്. ശ്രീധരൻപിള്ള മത്സരിച്ചാൽ ഒരട്ടിമറി സാധ്യത BJP പ്രതീക്ഷിക്കുന്നു. ഇതിൻ്റെ മുന്നോടിയായാണ് ശ്രീധരൻപിള്ളയെ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുമായി ചർച്ച നടത്തിയതെന്ന് കരുതുന്നു. ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്ടിൽ തുഷാർ വെള്ളാപ്പള്ളിയും കായംകുളത്ത് ശോഭാ സുരേന്ദ്രനും മത്സരിക്കാനാണ് നേതൃത്വം ആഗ്രഹിക്കുന്നത്. തിരുവല്ലയിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിയും പൂഞ്ഞാറിൽ PC ജോർജും പാലയിൽ ഷോൺ ജോർജും പട നയിച്ചേക്കും. കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിലേക്ക് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ്റെ പേരും ലിസ്റ്റിലുണ്ട്. ഇടുക്കി ജില്ലയിൽ S രാജേന്ദ്രനായിരിക്കും കരുക്കൾ നീക്കുക. MM മണിക്കെതിരെ ഉടുമ്പൻചോലയിലോ ദേവികുളത്തോ മത്സരിക്കാൻ രാജേന്ദ്രൻ സമ്മർദ്ദമുണ്ടെങ്കിലും അതിന് വഴങ്ങുമെന്ന് തോന്നുന്നില്ല. എറണാകുളം ജില്ലയിൽ ഘടകകക്ഷിയായ 2020യുടെ സാബു ജേക്കബിനായിരിക്കും മേൽക്കൈ. BJP സാധ്യത കൊതിക്കുന്ന തൃപ്പൂണിത്തുറയിൽ ഒരു സെലിബ്രിറ്റി സ്വതന്ത്രനായിരിക്കാനാണ് സാധ്യത. തൃശ്ശൂർ ജില്ലയിൽ MD രമേശിനെ കേന്ദ്രീകരിച്ചായിരിക്കും മത്സരം. പത്മജ വേണുഗോപാലിനെയും റിട്ടയർഡ് DGP ജേക്കബ് തോമസും B ഗോപാലകൃഷ്ണനും മത്സരം കൊഴിപ്പിക്കാനുണ്ടാകും. മലപ്പുറം ജില്ലയിൽ മുൻ കാലിക്കറ്റ് VCയും സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ അബ്ദുൾ സലാമിൻ്റെയും ദേശീയ വൈസ് പ്രസിഡന്റ് അബ്ദുൾ കുട്ടിയുടെയും നേതൃത്വത്തിലാകും മത്സരം. കോഴിക്കോട്ടും PS ശ്രീധരൻപിള്ളയുടെ പേര് പറഞ്ഞു കേൾക്കുന്നു. പാലക്കാട് ജില്ലയിൽ C കൃഷ്ണകുമാറും കണ്ണൂർ ജില്ലയിൽ CK പത്മനാഭനും വത്സൻ തില്ലങ്കേരിയും നേതൃത്വം നൽകുമെന്നാണ് അറിയുന്നത്. മഞ്ചേശ്വരത്ത് മത്സരിച്ചുകൊണ്ട് K സുരേന്ദ്രനായിരിക്കും തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകുകയെന്നറിയുന്നു. ഇരു മുന്നണികളെക്കാളും മുൻപേ BJP കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്തെങ്കിലും കേന്ദ്ര ബഡ്ജറ്റ് BJPയെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലേ അറിയാനാകൂ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വില്ലേജ് ന്യൂസ് വെബ് TV സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒപ്പം കമന്റ് ആൻഡ് ഷെയർ കൂടി ചെയ്യുക.